ഹലോ ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതിൻ്റെ പേരാണ് എഗ്ഗ് പൊട്ടറ്റോ കാസറോള. അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പം എന്തോ വലിയൊരു സംഭവമാണെന്ന് തോന്നുമെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണിത് കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞ ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ എഗ്ഗ് പൊട്ടറ്റോ കാസറോള എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കാണാം. അതിനു മുമ്പായി നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ എഗ്ഗ് പൊട്ടറ്റോ കാസറോള എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എഗ്ഗ് പൊട്ടറ്റോ കാസറോള തയ്യാറാക്കാനായിട്ട് ഞാനൊരു 3 പൊട്ടറ്റോ പുഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളതെന്ന് പറയാൻ പിന്നെ ഞാനൊരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് പച്ചമുളക്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഞാൻ പറയാം. ആദ്യം നമുക്ക് ഈ ഒരു പൊട്ടറ്റോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ ബാക്കി ഇത്രയും ഐറ്റംസ് നമുക്കൊന്ന് അരിഞ്ഞ് നല്ല ഒരു പൊടി രൂപത്തിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ ആവശ്യം, നമ്മുടെ എരിവൊക്കെ അനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഞാൻ എന്തിനിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതുപോലെ തന്നെ ഈ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ ഞാൻ നന്നായിട്ട് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി അരിഞ്ഞ വെച്ചതും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇനി ഇതിനകത്തിൽ വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാൻ മുട്ടയാണ്. അപ്പം ഞാനൊരു 3 പൊട്ടറ്റോ അല്ലേ എടുത്തിരുന്നത്. അപ്പം ആ ഒരു 3 പൊട്ടറ്റോയ്ക്ക് ഞാനൊരു 3 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 മുട്ട ഞാൻ അതിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലോട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, അടുത്തതായിട്ട് കറിവേപ്പിലയൊക്കെ അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ആയാലും കുട്ടികളത് കഴിക്കുമ്പം ഈ കറിവേപ്പിലയൊക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പോകും, അത് മാറ്റി വയ്ക്കത്തില്ല. ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഈ ഒരു ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഈ ഒരു പൊട്ടറ്റോ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊട്ടറ്റോയും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ബാക്കിയുള്ള നമുക്ക് പൊട്ടറ്റോ നേരത്തെ തന്നെ ഒന്ന് നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയും ബാക്കിയുള്ളതും കൂടെ നന്നായിട്ട് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തിലോട്ട് കുറച്ച് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറോ വേണമെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണയാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു നെയ്യ് ഒരു 1.5 സ്പൂൺ അളവ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിം മതി. നമുക്ക് ഈ ഒരു കൂട്ട് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആകുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിടാം. അതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിതിനെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം.
ഓപ്പൺ ചെയ്യുമ്പം ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ചും കൂടെ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ച് ഇടണം കേട്ടോ. അപ്പം ഇതെനിക്ക് വലിയൊരു ടാസ്ക്കാണ് ഇതൊന്ന് തിരിച്ചിടുന്നത്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാം ഇതൊന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ട്. ഞാനിതിപ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇതൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു ഇതൊന്ന് പാനിൽ നിന്ന് മറിച്ച് ഇടുന്നതെന്നുള്ളത്. ഞാനിപ്പോൾ വേറൊരു പാനിലോട്ടൊക്കെ ഞാനൊരു വേറെ സെപ്പറേറ്റ് ഒരു പാനൊക്കെ വെച്ച് ട്രൈ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതേ രീതിയിൽ തന്നെ ഓവനിലും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇപ്പോൾ ഈ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ ആ ഒരു സൈഡും കൂടെ ഒന്ന് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ എഗ്ഗ് പൊട്ടറ്റോ കാസ്ട്രോള നമ്മുടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. ഇത് നല്ല ടേസ്റ്റി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. നമുക്കിത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ കണ്ട നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.